സോ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഫീച്ചേഴ്സ് ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആണ്. എന്താണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിന്റെ ഫീച്ചേഴ്സ്? ഫസ്റ്റ് വരുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താ? ഫോർമേഷൻ ആണ്. ഇവിടെ എന്താ ഫോർമേഷൻ ഉണ്ട്? അവിടെ ഒരു എഗ്രിമെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഫോർമേഷന്റെ പാർട്ടായിട്ട് ഇല്ല. ഇവിടെ ആ ഒരു ഫാമിലിയിൽ മെമ്പർ ആവുന്നതോട് കൂടി തന്നെ എന്ത് ചെയ്യുന്നു? അയാൾ ഈ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിന്റെ കൂടി എന്ത് ചെയ്യുന്നു? അംഗമായി മാറുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താ? ലയബിലിറ്റി. ഇവിടെ ലയബിലിറ്റി ആരുടെ ലയബിലിറ്റി ആണ് ഇവിടെ അൺലിമിറ്റഡ് ആയിട്ടുള്ളത്? കർത്തയുടെ ലയബിലിറ്റി ഇവിടെ എന്താണ്? അൺലിമിറ്റഡ് ആണ്. കർത്ത നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. ആരാണ് കർത്ത? ആ ഒരു ഫാമിലിയിൽ ഏറ്റവും മുതിർന്ന ആളായിരിക്കും കർത്ത. അയാളായിരിക്കും ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. അയാളുടെ ലയബിലിറ്റി എന്തായിരിക്കും? അയാൾക്കാണ് ഈ പ്രോപ്പർട്ടിയുടെ മുകളിൽ റൈറ്റ് ഒക്കെ ഉള്ളത്. ബാക്കി എല്ലാവർക്കും ഉണ്ട്. അയാളാണ് ആ പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്നത്. സോ അയാളുടെ ലയബിലിറ്റി എന്തായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. പേഴ്സണേഴ്സിൻ്റെ ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താ? കൺട്രോൾ. ഇവിടെ എല്ലാ കാര്യങ്ങളും എല്ലാ ഡിസിഷൻസും ഒക്കെ തന്നെ എടുക്കുന്ന ആളാരാണ്? കർത്തയാണ്. സോ കർത്തയ്ക്കാണ് കൂടുതൽ കൺട്രോൾ ഉള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് കണ്ടിന്യൂറ്റിയാണ്. ഇവിടെ ഈ കർത്തയുടെ മരണത്തോടു കൂടി എന്ത് ചെയ്യുന്നു? ബിസിനസ് സ്റ്റോപ്പ് ആവുന്നില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആ ഫാമിലിയിൽ ഏറ്റവും മുതിർന്ന ആരായി മാറുന്നു? കർത്തയായി മാറുന്നു. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ക്ലോഷറും അതേപോലെ തന്നെ ഈസിയാണ്. നമുക്ക് ഈ മെമ്പേഴ്സിൻ്റെ ഒക്കെ കൺസെൻറ്റോട് കൂടി തന്നെ എന്ത് ചെയ്യാനായിട്ട് വരും? ഇത് അവസാനിപ്പിക്കാനായിട്ടും പറ്റും. പിന്നെ നെക്സ്റ്റ് പറയുന്നത് മൈനർ മെമ്പേഴ്സിൻ്റെ ആ ഒരു സാമീപ്യം അതിവിടെ ഉണ്ടായിരിക്കും. കാരണം ഈ ഫാമിലിയിൽ മെമ്പർ എങ്ങനെയാണ്? ആ ഫാമിലിയിൽ ജനിക്കുന്ന എല്ലാവരും ഇതിൽ മെമ്പറാണ്. സോ അവിടെ എന്താണ്? മൈനർ മെമ്പേഴ്സും ഉണ്ട്.